മനസ്സിലാവില്ലേ? ഇരുന്ന് സ്വപ്നം കണ്ടത് അകത്ത് കയറിപ്പോടി. അവൻ അലറി. അലറണ്ട, പതിയെ പറഞ്ഞാ മതി, എനിക്ക് ചെവി കേൾക്കും. പിന്നീട് അവൾ എന്ത് പറഞ്ഞാലും കേൾക്കില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് ദത്തനൊന്നും മിണ്ടിയില്ല. ദത്ത, നമുക്കൊരു ദിവസം ചന്തുവിന്റെ അമ്മയെ കാണാൻ പോണം. ആ ചേച്ചി കാരനല്ലേ എനിക്ക് നിങ്ങളെ കിട്ടിയേ. അത് കേട്ട് ദത്തൻ അവളെ അന്തം വിട്ടു നോക്കി. എനിക്കെല്ലാ കാര്യങ്ങളും അറിയാം, ചന്തു എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നീ എന്തിനാ കരഞ്ഞത്? അവൻ സംശയത്തോടെ ചോദിച്ചു. അത് പിന്നെ ഇത്രയും സുന്ദരിയും സുമുഖിയായും സുശീലയുമായി എനിക്ക് വേണ്ടിയിട്ട് നീ വെറും 30,000 രൂപ വാങ്ങിയപ്പോ എനിക്കത് സഹിച്ചില്ല. കുറഞ്ഞത് ഒരു 5 ലക്ഷമെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു. പോട്ടെ, 1 ലക്ഷമെങ്കിലും. അത്രയും വാങ്ങിച്ചില്ലെങ്കിൽ നമുക്ക് പഠിച്ചു പൊളിച്ച് ജീവിക്കായിരുന്നു. പിന്നെ ഈ തീപ്പെട്ടിക്കൊള്ളിക്ക് 30,000 കിട്ടിയത് തന്നെ ഭാഗ്യെന്ന് വിചാരിക്ക്. ഡോ, എന്നെ താൻ അത്ര കൊച്ചാക്കൊന്നും വേണ്ട. കാണാൻ ചെറുതാണെങ്കിൽ എന്നെ കാണാൻ ക്യൂട്ടാണെന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. എന്നെ ഭാര്യയായിട്ട് കിട്ടിയത് തന്റെ ഭാര്യയാണ് ദത്ത. അവൾ കാര്യമായിട്ട് പറയുന്നത് കേട്ട് ദത്തൻ ചിരിക്കണം കരയണം എന്ന അവസ്ഥയിലാണ്. എന്താണ് ഭാര്യയും ഭർത്താവും കൂടെ കുളിക്കടവിൽ ഒരു റൊമാൻസ്? അപ്പുറത്തെ കടവിലിരുന്ന് സനൂപ് ചോദിച്ചു. അതെന്താ ചേട്ടാ, ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് റൊമാൻസ് ചൂടെ?